പ്രിയമുള്ളവരെ, എം എ ബേബിയും കമ്മ്യൂണിസ്റ്റോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ഹൃദയവേദനയോടാണ് ഞാനത് ചോദിക്കുന്നത്. കാരണം കമ്മ്യൂണിസത്തെക്കുറിച്ച് 4 വാക്ക് എഴുതാനോ പറയാനോ പ്രസംഗിക്കാനോ പ്രചരിപ്പിക്കാനോ അറിയാവുന്ന കേരളത്തിലെ ഏക നേതാവാണ് എം എ ബേബി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ലാളിത്യം എന്താണെന്ന് തെളിയിച്ച് മാതൃക കാണിച്ചു കൊടുത്ത ശേഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന് സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് പരമയോഗ്യനെന്ന് തെളിയിച്ചയാളാണ് എം എ ബേബി. പക്ഷെ എന്ത് ചെയ്യാം, വി എസ് അച്യുതാനന്ദൻ്റെ പതനത്തോടുകൂടി അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിച്ചെടുത്ത് പിണറായി വിജയൻ്റെ കുശാഗ്ര ബുദ്ധിക്ക് വിധേയനാക്കി അവിടെ കൊല്ലത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രൻ്റെ മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുത്ത് പരാജയപ്പെടുത്തിയെടുത്ത് അതിനുശേഷം ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്ന ഗതികിട്ടാപ്രേതത്തെ പോലെ അലഞ്ഞു നടന്ന എം എ ബേബിയെ ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തപ്പോൾ എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അത്യധികം സന്തോഷിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, ഒരു മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം ആ സന്തോഷം തല്ലിക്കെടുത്തി കളഞ്ഞു. NN പിള്ളയുടെ നാടക ഭാഷയിൽ പറഞ്ഞാൽ, കമ്മ്യൂണിസം വിറ്റ് കോടികൾ കൊയ്തു കൂട്ടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ അടിപ്പാവാട വരെ അലക്കി തേച്ച് വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് ജനറൽ സെക്രട്ടറി പണിയെന്ന് തെളിയിച്ചപ്പോൾ എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അന്തരംഗത്തിൽ ഉയരുന്ന ചോദ്യമാണ്, എം എ ബേബിയും കമ്മ്യൂണിസ്റ്റോ? ലാൽ സലാം സഖാക്കളെ, പിണറായിസം നീണാൾ വാഴട്ടെ, കമ്മ്യൂണിസം മരിക്കട്ടെ.